ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ? വേറെ ഒന്നുമില്ലെങ്കിൽ ബീഫ് കിട്ടിയ ആഹ്ലാദമാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാനൊരു ബീഫ് കറി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ബീഫ് അടുത്തൊന്നും കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. കുറേ നാളായി കഴിക്കാത്തത്. അപ്പം ഞാൻ വിചാരിച്ചു ബീഫ് എന്തായിട്ട് ഇപ്രാവശ്യം എന്തായിട്ടും വന്നിട്ട് ഇന്ന് എന്തായിട്ടും വെക്കണം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇത് അഭിനയിക്കൊന്നല്ല ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറേ നാളായി ബീഫ് വെക്കാത്തത്. പക്ഷേ ഞാൻ സൂപ്പർ ടേസ്റ്റ് നല്ല ജ്യൂസി ആയിട്ടുള്ള എനിക്കൊരു ബീഫ് കറി ആക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ നമ്മളെ നീർദോശയും. എനിക്ക് പണ്ടൊന്നും ഇഷ്ടമല്ല ഉണ്ടായിന്. പിന്നെ എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ചിക്കനേക്കാളും എനിക്ക് ബീഫ് ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതായിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നതെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായിന്. അപ്പോൾ ഞാൻ അച്ഛനപ്പോൾ പ്ലാത്ര പോയിട്ടുണ്ടായിന് ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട്. പ്ലാത്ര പോയിട്ട് നല്ല 1 കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ഫ്രോസൺ ബീഫാന്ന് കിട്ടിയിട്ടുണ്ടായിന്. ഇന്നലെ മുറിച്ചതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഞാൻ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ടായിന്. എല്ലോടും കൂടിയുള്ള ബീഫാണ് കേട്ടോ. എല്ലോടും കൂടിയുള്ള ബീഫ് അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് കിട്ടിയ എല്ലോടും കൂടിയുള്ള ബീഫാണ്. ഞാൻ പറഞ്ഞിനി എല്ല് കുറച്ച് മതിയെന്ന്. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി വെളുത്തുള്ളി തക്കാളി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ കുക്കറിൽ ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പ് വൃത്തിയാക്കിയിട്ടില്ല നമ്മളെ ബീഫ് ഇടുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സവാള, ഞാൻ ആകെ ഒരു 4 സവാള എടുത്തിട്ടുണ്ടായിന്. അതിലൊരു 2 സവാള അരിഞ്ഞത് ഞാൻ കുക്കറിൽ അതിൻ്റെ കൂടെ തന്നെ ഇട്ടേട്ടോ. അപ്പോൾ ബീഫ് പോകുമ്പോൾ ഉള്ളിയും കൂടി നല്ലോണം വെന്തോളും. പിന്നെ തക്കാളി ഇട്ടു, മഞ്ഞൾപ്പൊടി ഉപ്പ്, പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ടിന്. അപ്പോൾ പിന്നെ കുറച്ച് എരിവില്ല മുളക് പൊടി ഇട്ടിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ഉണ്ടായി കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം കുത്തിയതും ചെറിയ ജീരകം കുത്തിയതും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലോണം പുരട്ടി എടുക്കുക കേട്ടോ. ഇതെല്ലാം നല്ലോണം പുരട്ടിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളം ഒഴിച്ചാൽ നല്ലോണം വെള്ളം വരും. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞും പോകും. ഞാനിട്ടൊരു 8-9 വിസിൽ അടുപ്പിച്ചിന് കേട്ടോ. അപ്പോൾ ഇതാ 8 വിസിൽ അടിക്കുമ്പോഴേക്കും എൻ്റെ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ടായിട്ടോ. ഇത് അതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്ന കണ്ടോ. അതിൻ്റെ നല്ല ഫാറ്റും ഉണ്ട്. അപ്പം ഞാൻ കുക്കറിൽ വേവിക്കുമ്പം എണ്ണ ചേർത്തിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എനിക്കറിയാക്കുമ്പോൾ കുറച്ച് എണ്ണ ചേർക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് കുറച്ച് ചെറിയ ജീരകം കൂട്ടീന്, പെരുംജീരകം കൂട്ടീന് കേട്ടോ. അത് നല്ലോണം ഒന്ന് മൂത്തിട്ട് വരുമ്പോൾ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് കുറച്ച് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിന്. ഇപ്പോൾ ഇതിലേക്കും കുറച്ചും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് നല്ലോണം വെളുത്തുള്ളി ഇഞ്ചി ആയിക്കോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇഞ്ചി കുറച്ച് കുറഞ്ഞാലും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ടോട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് 2 സവാള ഞാൻ വഴറ്റാനും എടുത്തിട്ടുണ്ടായിന്. 2 സവാളയും കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ ഇവനെ പൊട്ടിക്കാൻ മറക്കണ്ട കേട്ടോ. ഗ്രാമ്പൂ, പിന്നെ ഒരു 2 ഏലക്ക, പിന്നെ പട്ട അതിനും കൂടി എടുത്ത് വെണ്ണയിലിട്ട് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മറന്നു. പിന്നെ ഉപ്പ്, പിന്നെ എല്ലാ മസാലപ്പൊടി ആദ്യം നേരത്തെ ചേർത്ത് എല്ലാ മസാലപ്പൊടി കുറച്ചും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്നും കൂടി വഴറ്റിയെടുത്തു കേട്ടോ. കുറേ കൂടണ്ട, മല്ലിപ്പൊടി കുറേ കൂടാണ്ട് നിന്നാൽ മതി. ഏകദേശം മല്ലിപ്പൊടി ഞാനൊരു 4 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലായിട്ടുണ്ട്. പിന്നെ ബീഫ് വന്ന സ്റ്റോക്കില്ലേ, ബീഫ് വന്ന സ്റ്റോക്ക് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അത് നല്ലോണം ആ ഉള്ളി ഒന്ന് അതിൽ വേവാൻ ആ സ്റ്റോക്കിൽ തന്നെ വെന്തോട്ടെ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഗ്രേവി ഉള്ളിയെല്ലാം നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ ബീഫ് കഷ്ണം അങ്ങ് തട്ടിക്കൊടുക്കുക. കുക്കറിലിട്ട് ഉള്ളിയിൽ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അതിൻ്റെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആവുന്നുണ്ട് കേട്ടോ എൻ്റെ ലാസ്റ്റ്. അപ്പം എൻ്റെ ലാസ്റ്റത്തെ എൻ്റെ കളറ് കണ്ട എൻ്റെ ബീഫിൻ്റെ അടിപൊളി നല്ല രസമില്ല കാണാൻ വേണ്ടി. ഞാനൊരു കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ടും ബീഫിൻ്റെ തന്നെ ഫാറ്റാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ കുറച്ച് എരിവ് കുറവാന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ലാസ്റ്റ് ഒരു തക്കാളി മുറിച്ചത് ഇങ്ങനെ വിതറി കൊടുത്തിന് കേട്ടോ. അത് അധികം തക്കാളി വെന്ത് ഉടയൂല. പിന്നെ അതിനെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ലാസ്റ്റ് നമ്മൾ കറിവേപ്പില കുട്ടന്മാരി അതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കുക. ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി കേട്ടോ. ഞാൻ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. നല്ലോണം ഉടഞ്ഞ് നല്ല ഗ്രേവി പരിവായിട്ടുണ്ടായി കേട്ടോ. അപ്പം എൻ്റെ ബീഫ് ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലൊന്ന് ചേർക്കാനില്ല. ലാസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കണേ. ഉപ്പ് കുറവാണോ കൂടുതലാണോ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് നോക്കണം. അപ്പോൾ എൻ്റെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നീർദോശയാണ് കേട്ടോ. നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ നീർദോശയാണ്. പച്ചരിയും തേങ്ങയും
വേണമെങ്കിൽ ഉള്ളിയും ചേർത്ത് കുഞ്ഞുള്ളിയും കുറിച്ച് ചേർത്ത് അരച്ചാൽ മതി കേട്ടോ. നല്ല നേർങ്ങനെ കുറേ വെള്ളമാക്കിയിട്ട് നേർങ്ങനെ പരത്തിയെടുക്കണം. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ നല്ല വൃത്തി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ബീഫെല്ലാം അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാനിത് ദോശയിലും തിന്ന് നോക്കിയിനി ഗൈസ്, ഞാൻ ചപ്പാത്തിയിലും തിന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നി ഞാൻ നീർദോശേൻ്റെ കൂടെ കഴിക്കാനാണ്. ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ പരുവത്തിൽ തന്നെ എനിക്ക് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ബീഫ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായിട്ട് ട്രൈ ചെയ്യണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ആക്ടിങ് ഒന്നല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചപ്പാത്തിൻ്റെ കൂടി ട്രൈ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് നീർദോശൻ്റെ കൂടെയുള്ള ട്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിനി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചേച്ചി ബൈ ബൈ.